ബിടിഎസിലെ ഏറ്റവും സൈലന്റ് ആയ ആൾ, എന്നാൽ സ്റ്റേജിലെത്തിയാൽ തീപ്പൊരി ചിന്നുന്ന ഓഗസ്റ്റ് ഡി. അതെ, ഇന്ന് നമ്മുടെ സ്വന്തം ഷുഗയുടെ ജന്മദിനമാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആർമീസ് ഇന്ന് ആ പേര് ആഘോഷിക്കുമ്പോൾ ആരും കാണാത്ത ഒരു കറുത്ത ഭൂതകാലം ഈ കാണുന്ന പ്രശസ്തിക്ക് പിന്നിലുണ്ട്. പട്ടിണിയിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലേക്കുള്ള ഒരു പോരാട്ടത്തിന്റെ കഥ. സൗത്ത് കൊറിയയിലെ ഡേഗു എന്ന നഗരത്തിലായിരുന്നു മിൻയൂങ്കിയുടെ ജനനം. സംഗീതത്തെ ജീവനോളം സ്നേഹിച്ച ആ പയ്യന് പക്ഷേ വീട്ടിൽ നിന്നും വലിയ പിന്തുണയൊന്നും കിട്ടിയിരുന്നില്ല. സംഗീതം നിനക്ക് ആഹാരം തരില്ലെന്ന് പറഞ്ഞ് അവന്റെ പാട്ടുകൾ എഴുതിയ ബുക്കുകൾ പോലും വീട്ടുകാർ നശിപ്പിച്ചിട്ടുണ്ട്. പട്ടിണി എന്താണെന്ന് അയാൾ നന്നായി അറിഞ്ഞു. കയ്യിൽ ഏതാനും വോണുകൾ മാത്രമുണ്ടായിരുന്ന യൂങ്കിക്ക് മുന്നിൽ 2 വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ആ പണം കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിച്ച് വിശപ്പടക്കുക, എന്നിട്ട് വീട്ടിലേക്ക് കിലോമീറ്ററുകളോളം നടക്കുക. അല്ലെങ്കിൽ ആ പണം കൊണ്ട് ബസ് ടിക്കറ്റ് എടുക്കുക, പിന്നെ പട്ടിണി കിടക്കുക. മിക്കപ്പോഴും തിരഞ്ഞെടുത്തത് പട്ടിണി തന്നെയായിരുന്നു. തന്റെ സംഗീതം ലോകം കേൾക്കണമെന്ന വാശിയിൽ അയാൾ സിറ്റിക്കകത്ത് പല പല പാർട്ട് ടൈം ജോലികൾ ചെയ്തു. ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ദിവസം വലിയൊരു അപകടം സംഭവിച്ചു. ആ അപകടത്തിൽ തോളെല്ലിനെ ഗുരുതരമായി പരിക്കേറ്റു. വേദന കൊണ്ട് പുളയുമ്പോഴും തന്റെ സ്വപ്നം തകർന്നു പോകുമോ എന്ന ഭയത്താൽ ആ പരിക്ക് അവൻ എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. ആ വേദന സഹിച്ചുകൊണ്ടാണ് അയാൾ ബിഗ് ഹിറ്റിന്റെ പടവുകൾ കയറിയത്. യഥാർത്ഥത്തിൽ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ആകാനാണ് ഷുഗ ബിഗ് ഹിറ്റിലെത്തിയത്. തനിക്ക് ഡാൻസ് കളിക്കേണ്ടി വരില്ലെന്ന് കരുതിയ ഷുഗയെ പക്ഷേ വിധി ഒരു K-pop ഐഡലാക്കി മാറ്റി. ബിഗ് ഹിറ്റിൽ ജോയിൻ ചെയ്തപ്പോൾ ബാങ്ക് ബേഡി ഷുഗയുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിനക്ക് ഡാൻസ് ചെയ്യേണ്ടി വരില്ല, റാപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. പീഡി തന്നെ പറ്റിക്കുകയായിരുന്നു എന്നും തനിക്ക് ഡാൻസ് ഒട്ടും വഴങ്ങില്ല എന്നും ഒരു തമാശ രൂപേണ ഷുഗ പീഡിയുടെ അടുത്ത് ഒരിക്കൽ പറയുകയുണ്ടായി. ബിടിഎസിന്റെ ഓപ്പൺ യുവർ ഹാർട്ട് എന്ന ഒരു ചെറിയ ടാസ്കിൽ ഷുഗ നൈസായിട്ട് പീഡിയെ ഒന്ന് ചീത്ത വിളിച്ചു എന്ന് തന്നെ പറയാം. താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ലോകം ആരാധിക്കുന്ന ബിടിഎസ് എന്ന ഗ്രൂപ്പിലെ ഒരു പ്രധാന അംഗമായി മാറിയിരുന്നു യൂങ്കി. എന്നാൽ ആ മാറ്റം അത്ര സുഖകരമായിരുന്നില്ല. തുടക്കകാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരമായ സൈബർ ആക്രമണങ്ങളും സ്വന്തം കഴിവിനെ കുറിച്ചുള്ള സംശയങ്ങളും ഷുഗയെ വല്ലാതെ തളർത്തിയിരുന്നു. ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ ഒരു നിഴൽ പോലെ ഷുഗയെ വേട്ടയാടി. തന്റെ ഉള്ളിലെ സങ്കടങ്ങൾ ആരോടും പറയാനാവാതെ അയാൾ നീറിപ്പുകഞ്ഞു. എന്നാൽ ആ വേദനകളെല്ലാം ഷുഗ തന്റെ പാട്ടുകളിലേക്ക് പകർത്തി വെച്ചു. ഷുഗ തന്റെ ഏറ്റവും പ്രയാസകരമായ സിറ്റുവേഷനിലൂടെ കടന്നുപോയ സമയത്താണ് ഓഗസ്റ്റ് എന്ന പേരിൽ തന്റെ ആദ്യത്തെ സോളോ മിക്സ് ടേപ്പ് പുറത്തിറക്കിയത്. അതിലെ ദ ലാസ്റ്റ് എന്ന പാട്ടിലൂടെ താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും സോഷ്യൽ ഫോബിയയെക്കുറിച്ചും ലോകത്തോട് തുറന്നു പറഞ്ഞു. ഒരു K-pop ഐഡൽ തന്റെ ഇത്രയും വലിയ ഒരു രഹസ്യം ലോകത്തോട് തുറന്നു പറയുന്നത് ആദ്യമായിട്ടായിരുന്നു. തന്റെ കുറവുകളെയും മുറിവുകളെയും സംഗീതമാക്കി മാറ്റിയ ആ ധൈര്യമാണ് ഇന്ന് കോടിക്കണക്കിന് ആളുകൾക്ക് ഷുഗയെ ഒരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റാൻ കാരണമായത്. ലോകത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പോരാളിയായി മിൻയൂങ്കി എന്ന സൂര്യൻ അവിടെ ഉദിച്ചുയരുകയായിരുന്നു. ഇന്ന് മിൻയൂങ്കി വെറുമൊരു റാപ്പർ മാത്രമല്ല, ലോകോത്തര സംഗീതജ്ഞർ പോലും കൊതിക്കുന്ന ഒരു പ്രൊഡ്യൂസറും ഹൃദയത്തിൽ തറയ്ക്കുന്ന വരികൾ എഴുതുന്ന ഒരു ഗാനരചയിതാവ് കൂടിയാണ്. പുറമേ കാണിക്കുന്ന ഗൗരവത്തിന് പിന്നിൽ തന്റെ ആരാധകരായ ആർമിയോട് ഷുഗ കാണിക്കുന്ന സ്നേഹം വിവരിക്കാനാവില്ല. വാക്കുകളേക്കാൾ പ്രവൃത്തിയിലൂടെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരോട് എപ്പോഴും കൈൻഡായി പെരുമാറുന്ന ആ വലിയ മനസ്സ് തന്നെയാണ് ഷുഗയെ ഇത്രയേറെ പ്രിയപ്പെട്ടവനാക്കിയത്. ഡേഗുവിലെ ആ കൊച്ചുമുറിയിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലെ ഈ സിംഹാസനത്തിലേക്ക് അയാൾ നടന്നു കയറിയത് ഓരോ സ്വപ്നങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു. പട്ടിണിയെയും വേദനകളെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ആ വിസ്മയത്തിന്, സംഗീത ലോകത്തെ ആ പോരാളിക്ക്, അതിലുപരി നമ്മുടെ സ്വന്തം ഷുഗയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ മിൻയൂങ്കി.